മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवसे हे चण्डमुण्डार्दिनि निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മാഹാത്മ്യം തുടരുകയാണ്. ദേവി ദേവന്മാരോടുള്ളതായിട്ടുള്ള ദേവിയുടെ അനുഗ്രഹ വാക്കുകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരത്കാലേ ച യാ പൂജ ക്രിയതേ യാചവാർഷികീ തസ്യം മമൈതന്മാഹാത്മ്യം ശ്രുത്വാ ഭക്തിസമന്വിത സർവബാധാവിനിർമുക്തോ ധനധാന്യസമന്വിത മനുഷ്യോ മൽപ്രസാദേന ഭവിഷ്യതി ന സംശയഃ. ഈ രണ്ട് ശ്ലോകങ്ങളുടെയും ഒന്നിച്ചാണ് അന്വയം. ശരത്കാലേ, ശരത്കാലത്ത് യാ പൂജ ചെയ്യുന്നതായിട്ടുള്ള പൂജകളിലും ക്രിയതേ യാച വാർഷികി അല്ലാതെ കണ്ട് വർഷത്തിലൊരിക്കൽ ചെയ്യുന്നതായിട്ടുള്ള ആ പൂജകളിലും, ശരത്കാലത്ത് ചെയ്യുന്നതായിട്ടുള്ള പൂജകളിലും വർഷക്കാലത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്നതായിട്ടുള്ള പൂജയിലും തസ്യാം അതിൽ മമ ഏതൻ മാഹാത്മ്യം എൻ്റെ ഈ മാഹാത്മ്യത്തെ, എൻ്റെ ഈ പ്രവൃത്തികളെയൊക്കെ തന്നെ, എൻ്റെ അവതാരങ്ങളെയും സുംഭനിസുംഭന്മാരെയും മറ്റസുരന്മാരെയും ഒക്കെ വധിച്ചിട്ടുള്ളതുമെല്ലാം തന്നെ എൻ്റെ ഈ മാഹാത്മ്യത്തെയെല്ലാം ശ്രുത്വ ഭക്തി സമന്വിത കേട്ടിട്ട് ഭക്തിയോടുകൂടി, ഭക്തി സമന്വിത ഭക്തിയോടുകൂടി സർവബാധാവിനിർമുക്ത അങ്ങനെ കേൾക്കുന്നതായിട്ടുള്ള ആൾക്ക് വിനിർമുക്ത എല്ലാ ബാധകളിൽ നിന്നും മുക്തി വന്നിട്ട്, എല്ലാ ഉപദ്രവങ്ങളും എല്ലാം തന്നെ നശിക്കും എന്നുള്ളതാണ്. സർവബാധകളിൽ നിന്നും, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മുക്തി വന്ന് അതിൽ നിന്നെല്ലാം മുക്തനായിട്ട് ധനധാന്യ സമന്വിത ധനങ്ങളും ധനവും ധാന്യവും ഒക്കെ ധാരാളം ഉണ്ടായി സമന്വിത മനുഷ്യോ അങ്ങനെയുള്ളതായിട്ട് മനുഷ്യൻ മത്പ്രസാദേന എൻ്റെ പ്രസാദം കൊണ്ട് ഭവിഷ്യതി ന സംശയ ഇപ്രകാരം സർവബാധ വിമുക്തനും ധനധാന്യങ്ങളെ കൊണ്ട് ധാരാളം ധനധാന്യങ്ങളുള്ളതും ഒക്കെ ആയിത്തീരുമെന്നുള്ളതിന് ന സംശയ സംശയമില്ല. അതായത് ഈ വർഷത്തിലൊരിക്കൽ എൻ്റെ പൂജ ചെയ്യുന്നതും ആ പൂജയിലും ശരത്കാലത്ത് ചെയ്യുന്നതായിട്ടുള്ള ആ പൂജയിലും ഒക്കെ ഈ എൻ്റെ മാഹാത്മ്യം, ദേവീ മാഹാത്മ്യം കേട്ട് ഭക്തിയോടുകൂടി കേട്ട് കേൾക്കുന്നതായിട്ടുള്ള മനുഷ്യന് എല്ലാ ബാധകളിൽ നിന്നും മുക്തി വന്ന് ധനധാന്യങ്ങളെല്ലാം വർദ്ധിച്ച് ആയിത്തീരും എൻ്റെ പ്രസാദം കൊണ്ട്, എൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നുള്ളതിൽ സംശയമില്ല എന്നാണ്. ശ്രുത്വാ മമൈതന്മാഹാത്മ്യം തഥാ ചോത്പത്തയ ശുഭാഃ പരാക്രമം ച യുദ്ധേഷു ജായതേ നിർഭയ പുമാൻ. ശ്രുത്വാ മമ ഇതൻ മാഹാത്മ്യം എൻ്റെ ഈ മാഹാത്മ്യത്തെ, അതായത് ഈ മാഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ദേവിയുടെ മാഹാത്മ്യത്തെ ശ്രുത്വ കേട്ടിട്ട് തഥാച ഉത്പത്തയ ശുഭാഹ തഥാച അപ്രകാരം തന്നെ ശുഭാഹ ഉത്പത്തയ ശുഭങ്ങളായിട്ടുള്ള എൻ്റെ അവതാരങ്ങളും ഓരോരോ ഇതിനും വേണ്ടിയിട്ട് ഓരോരോ അവതാരം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ശുഭങ്ങളായിട്ടുള്ള അവതാരങ്ങളെക്കുറിച്ചും നന്ദതേജ കുലം അങ്ങനെയുള്ളതായ ശുഭാഹ പരാക്രമം ച യുദ്ധേഷു യുദ്ധങ്ങളിലുള്ളതായിട്ടുള്ള പരാക്രമവും യുദ്ധങ്ങളിൽ ഞാൻ കാണിച്ചിട്ടുള്ളതായിട്ടുള്ള ആ പരാക്രമത്തെയും എല്ലാം കേൾക്കുന്നതായിട്ടുള്ള പുരുഷൻ നിർഭയ ജായതേ ഭയമില്ലാത്തവനായി തീരുന്നു എന്ന്. അത് കേൾക്കുന്നത് കൊണ്ട് തന്നെ ഭയമില്ലാതാവും എന്നാണ്. ദിപവ സംക്ഷയം യാന്തി കല്യാണം ചോപപദ്യതേ നന്ദതേ ച കുലം പുംസം മാഹാത്മ്യം മമ ശൃണ്വതം. ദിപവ സംക്ഷയം യാന്തി മമ മാഹാത്മ്യം ശൃണ്വതാം എൻ്റെ മാഹാത്മ്യത്തെ കുറിച്ച് കേൾക്കുന്നവർക്ക്, മമ മാഹാത്മ്യം ശൃണ്വതാം കേൾക്കുന്നവർക്ക്, എൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് കേൾക്കുന്നവർക്ക് രിപവഹ സംക്ഷയം യാന്തി അവരുടെ ശത്രുക്കളെല്ലാം ഇല്ലാതാകുന്നു. കല്യാണം ച ഉപപദ്യതേ മംഗളം ഉണ്ടാവുകയും ചെയ്യുന്നു. കല്യാണം ച മംഗളമായിട്ടുള്ളത് ഉപപദ്യതേ കിട്ടുകയും ചെയ്യുന്നു, ഉണ്ടാവുകയും ചെയ്യുന്നു. നന്ദതേ ച കുലം പുംസാം അങ്ങനെയുള്ള പുരുഷന്മാരുടെ കുലം
നന്ദതേ സന്തോഷിക്കുന്നു, സന്തുഷ്ടമായിത്തീരുന്നു, കുലം മുഴുവൻ സന്തുഷ്ടമായിത്തീരുന്നു എന്ന്. മാഹാത്മ്യം മമ ശൃണ്വതാം, എൻ്റെ മാഹാത്മ്യത്തെ കേൾക്കുന്നവരുടെ കുലം തന്നെ സന്തുഷ്ടമായിത്തീരുന്നു എന്നാണ്. ഇനി ശാന്തികർമ്മണി സർവത്ര തഥാ ദുസ്വപ്നദർശനേ ഗ്രഹപീഡാസു ചോഗ്രാസു മാഹാത്മ്യം ശൃണുയാൻ മമ. ശാന്തികർമ്മണി സർവത്ര, എല്ലാ ശാന്തികർമ്മങ്ങൾക്കും എന്തെങ്കിലും പീഡകൾ ഉണ്ടാകുമ്പോൾ അതിനു വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള, ശാന്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, അങ്ങനെയുള്ള കർമ്മങ്ങളിലും ശാന്തികർമ്മണി സർവത്ര, എല്ലാ ദിക്കിലുമുള്ളതായിട്ടുള്ള ശാന്തികർമ്മങ്ങളിലും തഥാ ദുസ്വപ്നദർശനീ, ദുസ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ അപ്പോഴും ഗ്രഹപീഡാസു, ഗ്രഹങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള ഗ്രഹങ്ങളുടെ ഓരോരോ സ്ഥാനം കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള പീഡകൾ, അങ്ങനെയുള്ളതായിട്ടുള്ള പീഡകളിലും ഉഗ്രാസു, ഉഗ്രങ്ങളായിട്ട് ഗ്രഹപീഡകൾ ഉണ്ടാകുമ്പോഴും മാഹാത്മ്യം ശൃണുയാത് മമ, എൻ്റെ മാഹാത്മ്യത്തെ കുറിച്ച് കേൾക്കണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. ഉപസർഗാഹ ക്ഷയം യാന്തി ഗ്രഹപീഡാശ്ച ദാരുണാഹ ദുസ്വപ്നം ച നൃഭിർദൃഷ്ടം സുസ്വപ്നമുപജായതേ. ഉപസർഗാഹ ക്ഷയം യാന്തി, ഉപസർഗങ്ങളെല്ലാം തന്നെ, ഉപദ്രവങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കുന്നു. ക്ഷയം യാന്തി, ക്ഷയത്തെ പ്രാപിക്കുന്നു, ഇല്ലാതാകുന്നു. ഗ്രഹപീഡാശ്ച ദാരുണാഹ, ദാരുണാഹ ഗ്രഹപീഡാഹ ച ക്ഷയം യാന്തി എന്നുള്ളതാണ്. ദാരുണങ്ങളായിട്ടുള്ള, കഠിനങ്ങളായിട്ടുള്ള ഗ്രഹപീഡകളും അതും ഇല്ലാതാകുന്നു. ദുസ്വപ്നം ച നൃഭിർദൃഷ്ടം, നൃഭിഹി ദൃഷ്ടം ദുസ്വപ്നം ച, നൃഭിഹി മനുഷ്യർ കാണുന്നതായിട്ടുള്ള ദുസ്വപ്നങ്ങൾ സുസ്വപ്നമുപജായതേ, നല്ല സ്വപ്നങ്ങളായിട്ട് തീരുന്നു. അതായത് ആ ദുസ്വപ്നം കണ്ടാൽ തന്നെ അത് ഫലം കൊണ്ട് നല്ലതായിട്ട് തീരുന്നു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ.